ആഗോള വിപണിയിൽ തോട്ടണ്ടി വില ഉയരുമ്പോഴും കശുവണ്ടി പരിപ്പ് വില ഇടിയുന്നത് സംസ്ഥാനത്തെ കശുവണ്ടി വ്യവസായത്തിന് തിരിച്ചടിയാവുകയാണ്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആയതോടെ ഭൂരിപക്ഷം സ്വകാര്യ സ്ഥാപനങ്ങളും അടച്ചു. കാർഷിക ബോർഡ് തോട്ടണ്ടിക്ക് ടെൻഡർ വിളിച്ചിട്ടുണ്ടെങ്കിലും വിപണി വിലയിൽ നിന്ന് താഴ്ത്തി ലഭിച്ചില്ലെങ്കിൽ കരാർ ഉപേക്ഷിച്ചേക്കും. കശുവണ്ടി മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കൊല്ലത്ത് നിന്ന് ആർ അരുൺരാജിന്റെ റിപ്പോർട്ട് കാണാം. കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലമാണ് കൊല്ലം. പരമ്പരാഗത വ്യവസായത്തെ സഹായിക്കാൻ പലതവണ പല സർക്കാരുകൾ കോടികൾ ചിലവഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നും ഈ മേഖല പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. 2 മാസം മുമ്പ് സീസൺ അവസാനിച്ച സെനഗൽ, ഗിനിബസാവോ എന്നിവിടങ്ങളിൽ തോട്ടണ്ടിക്ക് 145 രൂപയായിരുന്നു കിലോയ്ക്ക് വില. ടാൻസാനിയയിൽ തോട്ടണ്ടിയുടെ സീസൺ ആരംഭിച്ചതോടെ വില കിലോയ്ക്ക് 170 രൂപയായി ഉയർന്നു. ഇതോടെയാണ് കേരളത്തിലെ സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലായത്. കൂടിയ വിലയ്ക്ക് തോട്ടണ്ടി വാങ്ങി സംസ്കരിച്ചാലും കശുവണ്ടി പരിപ്പിന് വില ലഭിക്കാതെ വരുന്നതോടെ വലിയ നഷ്ടം വ്യവസായികൾക്ക് ഉണ്ടായി തുടങ്ങി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത കാഷ്യൂ ഇന്ന് വിയറ്റ്നാമിൽ നിന്നും ഘാനയിൽ നിന്നും വൻകിട മുതലാളിമാർ, കോർപ്പറേറ്റുകൾ അവിടെ ഏജന്റുമാരെ വെച്ചുകൊണ്ട് ഇവിടെ വരികയാണ്. അതിവിടെ വരുമ്പോൾ പേരിന് മാത്രമായി റീവർക്ക് ചെയ്തുകൊണ്ട് സോൾട്ട് ചെയ്യുക, ടോസ്റ്റ് ചെയ്യുക, പെപ്പർ, ജിഞ്ചർ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വീണ്ടും യൂറോപ്യൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അത് റീവർക്ക് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ്. അവിടെ തൊഴിലാളികൾക്ക് ഇവിടെ തൊഴിൽ കിട്ടാത്ത ഒരു സ്ഥിതിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. 5 കിലോ തോട്ടണ്ടി സംസ്കരിച്ചാൽ 1 കിലോ കശുവണ്ടി പരിപ്പാണ് ലഭിക്കുക. 100 രൂപ സംസ്കരണ ചെലവ് സഹിതം ടാൻസാനിയ തോട്ടണ്ടി സംസ്കരിച്ച് 1 കിലോ പരിപ്പ് ലഭ്യമാക്കാൻ 900 രൂപ ചെലവ് വരും. കശുവണ്ടി ഉൽപാദന രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ തോട്ടണ്ടി സംഭരിച്ച് രാജ്യത്ത് എത്തിച്ച ശേഷം വിൽക്കാതെ ക്ഷാമം സൃഷ്ടിച്ച് വിലയുയർത്തുന്ന ട്രേഡിംഗ് മാഫിയാണ് കേരളത്തിലെ കശുവണ്ടി മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന ആരോപണവും ശക്തമാണ്. കൊല്ലം ജില്ലയിലെ ഒരു വലിയ ശതമാനം തൊഴിലാളികളാണ് ഈ മേഖലയെ ഇന്നും ആശ്രയിച്ച് ജീവിക്കുന്നത്. അവരെല്ലാം പ്രതീക്ഷയോട് നോക്കിയിരിക്കുമ്പോഴും ഒരുപറ്റം ആൾക്കാർ അവർക്ക് കമ്മീഷൻ അടക്കമുള്ള മേഖലയിൽ അതിൽ നിന്ന് നേട്ടമുണ്ടാക്കിക്കൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന സ്ഥിതിയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ നഷ്ടം ഭയന്ന് ഫാക്ടറികൾ പലതും സ്വകാര്യ ഉടമകൾ അടച്ചിട്ടു. നിലവിലെ സാഹചര്യത്തിൽ 1 കിലോ തോട്ടണ്ടി 125 രൂപയ്ക്ക് ലഭിച്ചാലേ കേരളത്തിൽ വ്യവസായം ലാഭകരമാകുമെന്നാണ് വ്യവസായികളുടെ വിലയിരുത്തൽ. ആഭ്യന്തര ഉൽപാദനത്തിലെ കുറവും കശുവണ്ടി മേഖലയ്ക്ക് തിരിച്ചടിയാണ്. ഇതിൽ നഷ്ടമുണ്ടാകുന്നത് തൊഴിലാളികൾക്കാണ്. കാര്യം അവർക്ക് കിട്ടേണ്ട തൊഴിലവസരങ്ങൾ ഇതില്ലാതാക്കുന്നു. ഇതിലേക്ക് സർക്കാരും കോർപ്പറേഷനും ബോർഡും അടക്കമുള്ള ആൾക്കാർ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. അവരുടെ മൗനമാണ് മറ്റുള്ള വൻകിടക്കാർക്കും ഏജന്റുകൾക്കും ഇത് ചെയ്യുവാനുള്ള പ്രോത്സാഹനം ആകുന്നത്. വ്യവസായത്തെ തകർക്കുന്ന തരത്തിൽ വില കൃത്രിമമായി ഉയർത്തുന്നതിൽ സർക്കാർ ഇടപെടൽ ഉണ്ടായേ മതിയാവുമെന്നാണ് വ്യവസായികളുടെ പക്ഷം. ആഭ്യന്തര ഉൽപാദനം വലിയ രീതിയിൽ മെച്ചപ്പെടാത്തതും കമ്മീഷൻ വ്യവസ്ഥയും അഴിമതിയുമെല്ലാം കശുവണ്ടി വ്യവസായത്തെ പിന്നോട്ടടിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഭ്യന്തര ഉൽപാദനം മെച്ചപ്പെടാതെ കശുവണ്ടി വ്യവസായം സമീപകാലത്ത് കേരളത്തിൽ പുരോഗതിയിലേക്ക് എത്തില്ലെന്നാണ് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് മതിയായ സഹായം ഈ മേഖലയ്ക്ക് ഇനിയും ഉണ്ടായേ മതിയാവൂ. കൊല്ലത്തുനിന്ന് ആർ അരുൺരാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. മോഹൻ പിലാത്തറ പറയുന്നു, അതിനിവിടെ കശുവണ്ടി കൃഷിയുണ്ടോ? ലാഭം കിട്ടുന്ന കൃഷിയിലേക്ക് കുതിക്കുന്നു. കശുമാവ് മുറിച്ച് റബ്ബർ വെച്ചു, അതിൻ്റെ വില കുറയുമ്പോൾ തെങ്ങ് വെച്ചു. ഇങ്ങനെ ഏതിലാണ് ലാഭം അത് തിരഞ്ഞെടുക്കുന്നു എന്ന കാര്യം മിനിബാബു പറയുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ ഈ കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്നവരാണ്. ആ കുടുംബങ്ങൾ പണിയില്ലാതെ വരുമ്പോൾ പട്ടിണിയാണ് എന്ന കാര്യം. തീർച്ചയായും കശുവണ്ടി മേഖല ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.